നമസ്കാരം, പേജ് റോഡിലേക്ക് സ്വാഗതം. 18 വർഷമായി തുടരുന്ന ഇരുമ്പഴിക്കുള്ളിലെ നരക ജീവിതത്തിന് ഇനി വിരാമം. കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ 18 വർഷമായി തുടരുന്ന ഇരുമ്പഴിക്കുള്ളിലെ നരക ജീവിതം. അതും വെറുമൊരു ജീവിതമല്ല, കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ആണ് അബ്ദുൾ റഹീം ജയിലിൽ അടയ്ക്കപ്പെട്ടത്. ആ ഒരു കൊലക്കയർ കാത്തുള്ള ജയിലിലെ ജീവിതത്തിന് വിരാമമായിരിക്കുകയാണ്. സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷമായാണ് അബ്ദുൾ റഹീം സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്നത്. 2006-ൽ 26-ാം വയസ്സിലാണ് അബ്ദുൾ റഹീം കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ട് കൊലക്കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. സൗദിയിൽ റഹീം എത്തിയത് ഡ്രൈവർ വിസയിലായിരുന്നു. എങ്കിലും സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ സംരക്ഷിക്കുക, പരിചരിക്കുക എന്നുള്ളതടക്കമുള്ള ജോലികൾ അബ്ദുൾ റഹീമിൻ്റെ പ്രധാനപ്പെട്ട ജോലികളായിരുന്നു. തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ അനസിനെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക ഡിസംബർ 24, 2006-ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പുറത്തു കൊണ്ടുപോകവേ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിൽ അബ്ദുൾ റഹീമിൻ്റെ കൈ ഒന്ന് അബദ്ധത്തിൽ തട്ടുകയായിരുന്നു. തുടർന്ന് കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരണത്തിലേക്ക് എത്തുകയുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അബ്ദുൾ റഹീമിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഇതിനെ തുടർന്ന് ആ കുട്ടിയുടെ കുടുംബം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും അബ്ദുൾ റഹീമിന് തൂക്കുകയർ വിധിക്കുകയുമായിരുന്നു. ഇന്ത്യൻ എംബസിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടും പ്രവാസി മലയാളി കൂട്ടായ്മയുടെ ഒറ്റക്കെട്ടായി നിന്നുള്ള തുക സമാഹരണവുമാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വഴിത്തിരിവായി മാറിയത്. റഹീമിൻ്റെ മോചനത്തിനായി യാചക യാത്ര എന്ന പേരിൽ പ്രശസ്തനായ ബിസിനസ്മാൻ ബോബി ചെമ്മണ്ണൂർ സ്വയമേ തെരുവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കോടികൾ സമാഹരിക്കുകയും ചെയ്തിരുന്ന വിവരം നമ്മളേവരും അറിഞ്ഞതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഈ ഒരു യാചകയാത്ര അദ്ദേഹം സംഘടിപ്പിച്ചത്. മലയാളികൾക്ക് അഭിമാനം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രവൃത്തി അദ്ദേഹം നടത്തിയത്. ഒരു ജീവന് വേണ്ടി ഒരുങ്ങിയിറങ്ങി ദിവസമുഖാന്തരം റിയാദ് ഗവർണറേറ്റിന് ഈ തുക കൈമാറുകയും ചെയ്തു. അതിനെ തുടർന്ന് ഗവർണറേറ്റ് കോടതിക്ക് ഈ ഒരു വിവരം അറിയിക്കുകയും കോടതി മോചനത്തിനുള്ള കരാറുണ്ടാക്കുകയും അതിൽ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം റഹീമിൻ്റെ അഭിഭാഷകനും ചേർന്ന് അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇനി അബ്ദുൾ റഹീമിന് തൂക്കുകയറുമായി ഒരു സംരംഭം ആരംഭിക്കാനുള്ള, ഇനി അദ്ദേഹത്തിനായുള്ള മടങ്ങിവരവിൻ്റെ സമയമാണ്. നമുക്ക് കാത്തിരിക്കാം അബ്ദുൾ റഹീമിനെ നമ്മുടെ മണ്ണിലേക്ക് തിരികെ എത്തിക്കുന്ന നാളുകൾക്കായി.